ഗൈസ് നമുക്കിന്നൊരു 7 കിലോമീറ്റർ നടന്നാലാ? ഞാനിപ്പോഴും കോഴിക്കോട് തന്നെയാണ് ഗൈസ്. ഇന്നലെ വരാൻ പറ്റിയില്ല. ഇത് ഷർഫ് മുന്നേ മൊത്തം ക്യാഷിൻ്റെ കളിയാണ്. ഇവൻ കാരണമാണ് എനിക്ക് ഇന്നലെ വരാൻ പറ്റായിരുന്നു. അങ്ങനെ ഞാൻ ഇവനെയും കുത്തിപ്പൊക്കി രാവിലെ തന്നെ കാർ അടിപ്പിച്ച് എന്നെ കൊണ്ടുവിടാൻ വേണ്ടി പറഞ്ഞു. പാവമായതുകൊണ്ട് എന്നെ കൊണ്ടുവിട്ടു. ഞാൻ ചെന്ന് ഒരു മസാല ദോശയും കഴിച്ച് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ തന്നെ നമുക്ക് പോകാനുള്ള ബസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ബസ്സിലോട്ട് ചാടി കയറി ടിക്കറ്റ് എടുത്ത് ഞാൻ കയറി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. കണ്ണു തുറന്നപ്പോൾ ദേ ബ്ലോക്കിൽ കിടക്കണ്. ചുരത്തിലെത്തി, അതുകൊണ്ടാണ്. അങ്ങനെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ എത്തേണ്ട അടുത്ത് എത്തി. ബത്തേരി എത്തിയപ്പോൾ തന്നെ ശരത്ത് എന്നെ കൂട്ടാൻ വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ ഓഫീസിലേക്ക് പോയി കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ നോക്കാണ്ടായിരുന്നു. അതൊക്കെ നോക്കി ഞാൻ നേരെ വീട്ടിലോട്ട് ഇറങ്ങി. മടുപ്പായിരുന്നു. അങ്ങനെ കിട്ടിയ ബസ്സിൽ ചാടി കയറി ഞാൻ നേരെ വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് എനിക്ക് ഈ ഐഡിയ വന്നത്. നമുക്കിന്നൊരു 7 കിലോമീറ്റർ നടന്നാലാ? പിക്ക് ചെയ്യാൻ അച്ഛനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ച് നടക്കാൻ തുടങ്ങിയാണ്. ആദ്യമൊക്കെ കുറച്ച് രസമായിരുന്നു. ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഏറെക്കുറെ മനസ്സിലായി ഇതത്ര എളുപ്പമല്ലാന്ന്. പക്ഷെ ഞാൻ തളർന്നില്ല. ആകെ അങ്ങനെ ഒരു 4 കിലോമീറ്ററൊക്കെ ആയപ്പോഴേക്കും എൻ്റെ എല്ലെല്ലാം കൂടെ ഏകദേശം വെള്ളമായി ഗൈസ്. വേണ്ടാത്ത പണിയായിപ്പോയി. എൻ്റെ ഐഡിയ പോയ വണ്ടികളൊന്നും തിരിഞ്ഞു പോലും നോക്കാതെ പോയി. അങ്ങനെ നടക്കുമ്പോഴാണ് ഗൈസ് ഞാൻ ആ കാഴ്ച കണ്ടത്. ദേ പോണു. ഈ വഴി ഈ സമയത്ത് ബസ് ഉണ്ടായിരുന്ന ബാഡ് ഐഡിയ. അങ്ങനെ 7 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ വീട്ടിലെത്തി. ഏതായാലും ഗൈസ് ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ, എനിക്ക് തീരെ വയ്യ. നാളെ കാണാം. ബൈ ബൈ.